പകർച്ചവ്യാധി ആശങ്കയ്ക്കിടെ തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ 10 വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത്. ഹോസ്റ്റലിലെ 12 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന ആരോഗ്യവകുപ്പ് തുടങ്ങി. രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കാരുണ്യ ഹോസ്റ്റലിലെ 12 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. ഇവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ രോഗലക്ഷണങ്ങളോടെ മരിച്ച അനുവിന് കോളറ സ്ഥിരീകരിച്ചിട്ടില്ല. അനുവിന്റെ സ്രവ സാമ്പിൾ പരിശോധിക്കാൻ സാധിക്കാത്തതാണ് കാരണം. അനുവിന്റെ വീട്ടിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരെത്തി കിണറും പരിസരവും ക്ലോറിനേഷൻ നടത്തി. മകന് യാതൊരു അസുഖവുമില്ലായിരുന്നുവെന്ന് അനുവിന്റെ അമ്മ പറഞ്ഞു. മാസം മീറ്റിങ്ങിന് പോകും. അപ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ അവിടെ നിന്ന് നന്നായിട്ടൊക്കെ ഇരുന്ന് ആരോഗ്യമായിട്ടിരുന്ന് നല്ല അച്ചടക്കവും മര്യാദയും എല്ലാം ആയി. ഒരു 11-ാം തീയതി കൊണ്ടുവന്നിട്ട് കട്ടിയിട്ട് കൊണ്ടുപോയിട്ട് 12-ാം തീയതി രാവിലെ കൊണ്ടാക്കി. അത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ 11 മണിക്ക് വയറ്റിളക്കമെന്ന് പറഞ്ഞു. കോളറ സ്ഥിരീകരിച്ചതിൽ DMO DHS റിപ്പോർട്ട് നൽകി. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചതായി DMO അറിയിച്ചു. സംസ്ഥാനത്ത് 6 മാസത്തിനിടെ 9 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.